അനധികൃത സ്വാമിമാരുടെ ഭാവി പ്രതിസന്ധിയിലാക്കി വി.എസ്. അച്യുതാനന്ദന്റെ സർക്കാർ നടത്തിയ റെയ്ഡിൽ കുടുങ്ങി പണി കിട്ടിയ ആളാണ് സാക്ഷാൽ ഹിമവൽ ഭദ്രാനന്ദ. സ്വാമി കച്ചവടം പൊളിഞ്ഞുപോയ നിരാശയിൽ പോലീസ് സ്റ്റേഷനിൽ കയറി സ്വയം വെടിവെച്ചതിനാൽ പിന്നീട് തോക്കുസ്വാമി എന്ന് അറിയപ്പെട്ടു. ചിലർ കുമ്പിടി സ്വാമി എന്ന് കളിയാക്കി വിളിച്ചു. കേരളമൊക്കെ വിട്ട് ആത്മീയതയ്ക്ക് ഇനിയും വല്ല സാധ്യതയുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിനിടെ പഴയകാലം ഓർത്തെടുക്കുകയാണ് കുമ്പിടി സ്വാമി. ജ്യോതിഷത്തിൽ കുമ്പിടിക്ക് ഗുരുസ്ഥാനിയൻ ചങ്ങരപ്പള്ളി കുഞ്ഞൂട്ടപ്പണിക്കർ. കുണ്ഡലിനി സൂത്രം ഗ്രഹിച്ച് ശിഖയിൽ പത്മദളം വിടർത്തിയ കുമ്പിടിയുടെ മുന്നിൽ പഴയ ഗുരു ശിക്ഷപ്പെട്ട കഥ വേറെ. വെറുതെ ചുമ്മാ ചീപ്പ് ചെയ്ത് എന്നെ വീണ്ടും വീണ്ടും പ്രൊജക്ട് ചെയ്ത് ഞാനൊരു ഗുണ്ടയാണെന്ന്. ഒരു തോക്കെടുത്തു, ശരിയാണ്. ഇനി ആവശ്യം വന്നു കഴിഞ്ഞാൽ ധർമ്മ സംരക്ഷണത്തിന് ആയുധം എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആയുധം എടുക്കേണ്ടി വരും. പക്ഷെ അതൊരിക്കലും ആരെയും കൊല്ലാനോ ഭീഷണിപ്പെടുത്താനോ ഒന്നുമല്ല. എൻ്റെ അമ്മയെ സംരക്ഷിക്കാൻ എനിക്ക് അന്ന് ചെയ്യേണ്ടി വന്നു. ആ ഒരൊറ്റ പിക്ചർ വെച്ചിട്ട് ഇങ്ങനെ ആ ബൂസ്റ്റപ്പ് ചെയ്ത് ഇപ്പൊ ദാവൂദ് ഇബ്രാഹിമിനെ കാട്ടി വലിയ ഗുണ്ടയെ പോലെയാണ് എന്നെ കാണുന്നത്. എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കി. ഒരു കടയിൽ ചെന്നിട്ട് വെള്ളം ചോദിച്ചാൽ പോലും തരില്ല. ചില സ്ഥലങ്ങളിൽ കടയൊക്കെ അടച്ച് വീടൊക്കെ പൂട്ടിയ സീനുകളുണ്ടെന്നേ, പേടിച്ചിട്ട്. അതിന് കുഞ്ഞു കുട്ടികൾ ഓടി വരും. ദേ സോ നൈവ്, ദേ സോ ഇന്നസെന്റ്, ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ ഇവരിങ്ങനെ ഒരു ഇത് വെച്ചിട്ട് മുൻവിധിയോടുകൂടി പറയാം. ഇപ്പൊ എന്താ പറ്റിയതെന്ന് വെച്ചാൽ കുറുമ്പത്തറയിൽ ഒരു ബാധോദരോ പ്രശ്നം വെക്കാൻ പോയ പണിക്കരുടെ ദേഹത്ത് കുടിയേറിയിരിക്കണു. ആള് ചില്ലറയല്ല, ഇത്തിരി കട്ടിയുള്ളതാ. അല്ലെങ്കിൽ ഇതിനു മുമ്പ് എന്നെ ചത്തുപോയനെന്നറിയോ, ആത്മഹത്യ ചെയ്ത് കളഞ്ഞാൽ. 6 വർഷമായി ഇപ്പൊ മെയ് 17 കണ്ടിന്യൂസ് ടോർച്ചർ. എന്തെല്ലാം അനുഭവിച്ചു. ആൾക്കാരൊക്കെ മുൻവിധിയോടുകൂടി അങ്ങ് പറയും അവനോട് മിണ്ടരുത്, അയാൾ ഭീകരനാ, കൊടും ഭീകരനാ, എന്തൊക്കെയാ അങ്ങ് പറയണേ. 2 കണ്ടെയ്നർ പണം എന്റെ പേരിലാ വന്നത്. ഇടുക്കിയിലെ കഞ്ചാവ് തോട്ടം അത്രയും എന്റേതാ. എന്താ ഇത്? പക്ഷെ എല്ലാം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുക. ഇപ്പൊ കുമ്പിടി സ്വാമിയൊക്കെ മാറി കേട്ടാ. ഇപ്പൊ അതൊക്കെ മാറി. ഇപ്രാവശ്യത്തെ ഇതില് ഈ ഇലക്ഷനോടുകൂടി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. മുളയാണ്ടവൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മനുഷ്യനെ തല്ലാനും കൊല്ലാനും മുളവടി ഉപയോഗിക്കുന്ന പോലീസുകാർക്കെതിരെയും മുള കൊണ്ടുണ്ടാക്കുന്ന കടലാസിൽ അച്ചടിക്കുന്ന അശ്ലീല മാസികൾക്കെതിരെയും നമ്മൾ മുളമക്കൾ മുളവടി എടുത്ത് പ്രയോഗിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പൊ ഇവര് കാക്കി ഇട്ട് കഴിഞ്ഞാൽ ഇവരെന്ത് കാണിക്കുന്നു എന്ന് ഒരു ഇതുമില്ല. പത്രക്കാരെ തന്നെ ഇടയ്ക്ക് തല്ലിയത് നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. എല്ലാവരെയും ഇവർ കയറി അടിക്കുകയാണ്. ഇപ്പൊ കൊടിയേരി പറഞ്ഞു ജനേന്ദ്രിയം കണ്ടു കഴിഞ്ഞാൽ ഇവർ കയറി പിടിച്ചു വലിക്കുക എന്ന് പറഞ്ഞു. അതുപോലെ ബൈക്കിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് പിടിച്ചു പറയും. പരാതിയായിട്ട് സ്റ്റേഷനിൽ പോയി അവിടെ നിന്ന് പിടിച്ചു പറയും. നീതി നിഷേധിക്കപ്പെടുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മളുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തു കഴിഞ്ഞാൽ ജനേന്ദ്രിയത്തെ പിടിച്ചു വലി. ഇതെന്താ ഇത്? എന്താ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ചിട്ടിക്കള്ളൻ എവനപ്പ സാമിയായി. പണ്ട് ചിട്ടിക്കേസിൽ നീ എന്റെ മുതുകത്ത് ചവിട്ടിയത് ഞാൻ മറന്നിട്ടില്ലടാ തെണ്ടി. എല്ലാം മുളയാണ്ടവന്റെ ലീലാവിലാസം. കണ്ടങ്ങിരിക്കും സിനിമയെ കണ്ടില്ലെന്നു വരുത്തുന്നതും ജനം. വായി നോക്കി നടന്നൊരു തെണ്ടിയെ കാറിലേറ്റി നടത്തുന്നതാണ്ടവൻ. മുളയാണ്ടവാ, തൊപ്പിപ്പോയ പോലീസ് ഭക്ത, എന്താ നിന്റെ ആവശ്യം? ഈ വി.എസിനെതിരായിട്ടുള്ള സംഭവം നടന്ന സമയത്ത് ഞാൻ എന്നെ കൺട്രോൾമെന്റ് സ്റ്റേഷനിൽ കൊണ്ടുപോകുമ്പോൾ ഒരു പോലീസുകാരൻ ഓടി വന്നിട്ട് നീ വി.എസിനെതിരായിട്ട് ഇത് ചെയ്യോടാന്ന് പറഞ്ഞിട്ട് എന്നെ ആക്രമിക്കാൻ വന്നിട്ട് എന്റെ കാലിൽ ചവിട്ടി. അപ്പോൾ ബാക്കിയുള്ള പോലീസുകാരെല്ലാവരും കൂടെ പിടിച്ചു മാറ്റി. നീ വേണ്ട അലമ്പൊന്നും കാണിക്കരുതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ കാക്കി ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഞാൻ ഇവിടെ ഈ ലഹരി പദാർത്ഥങ്ങൾ നിർത്താൻ വേണ്ടിയിട്ട് ഒരു സമരം ചെയ്ത് അതിലാണ് ഉമ്മൻചാണ്ടിക്ക് ഗോമൂത്ര അഭിഷേകമൊക്കെ നടത്തേണ്ടി വന്നത്. അന്ന് 24 മണിക്കൂർ എന്നെ പിടിച്ച് ഈ സെൻട്രൽ സ്റ്റേഷനകത്ത് ഇരുത്തി. സ്വാമി എഴുതി ഈണം നൽകിയ ഭക്തി ഗാനസുധ 3-ാം നമ്പർ കൗണ്ടറിൽ നിന്നും പണം കൊടുത്താൽ വാങ്ങാവുന്നതാണ്. നമുക്ക് മെയിനായിട്ട് ഈ സമരമേ വേണ്ടാന്ന് വെക്കേണ്ട ഒരു ഇതാണ്. എന്തിനാ ഈ സമരം എന്നേ? എന്തിനാ പൊതുമുതൽ തല്ലി പൊട്ടിക്കണം? എത്ര പ്രാവശ്യം ഞാനിവിടെ പറഞ്ഞു. അന്നൊക്കെ ഒറ്റയ്ക്ക് പറഞ്ഞപ്പോൾ എനിക്ക് ഭ്രാന്താന്ന് പറഞ്ഞു. എന്തെങ്കിലും ഒറ്റയ്ക്ക്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ കൂട്ടത്തോട് സംസാരിക്കുന്നത്. ഒറ്റയ്ക്ക് പറഞ്ഞാൽ ഭ്രാന്താന്ന് പറയും, ചെയ്താലും ഭ്രാന്തെന്ന് പറയും. കൂട്ടത്തോട് ചെയ്താൽ അത് പരിപാടിയാവും. ഞാൻ സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്കല്ല, അത് ആദ്യം മനസ്സിലാക്കുക. എന്റെ കൂടെ എന്നെ സ്നേഹിക്കുന്ന 100 കണക്കിന് ആൾക്കാരുന്ന് കേരളത്തിൽ പലയിടത്തും ഉണ്ട്. രക്ഷിക്കണേ മുളയാണ്ടവാ, രക്ഷിക്കണേ. ആത്മീയ സുഖപ്രാപ്തിക്ക്, അത്ഭുത രോഗശാന്തിക്ക്. ഞാനിപ്പോ ഡൽഹിയിലാ. ഒരുപാട് പേര് അദ്ദേഹത്തിന്റെ കൂടെ നമുക്ക് അറിയുന്ന കുറേ പേരുണ്ട്. അവർ ഈ മോദിയെ കുറിച്ച് വെളിയിൽ വരുന്ന വാക്കുകളെ പോലൊന്നും അല്ല കേട്ടോ.
നമ്മളൊരു കാര്യം എടുക്കുക, ഒരാളെ ഇപ്പം തന്നെ വിവാദക്കാരനാണെന്ന് പറഞ്ഞാൽ പോലും അവന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ വിവാദം പ്രതീക്ഷിക്കേണ്ട. അവനെ സൊസൈറ്റി വാച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, മീഡിയാസ് അവന്റെ പിന്നിലാണെങ്കിൽ അവൻ ഇനി ചീത്തയാണെങ്കിൽ പോലും അവൻ നന്നാവാനേ ശ്രമിക്കുകയുള്ളൂ. അതൊരു മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. ഈ പബ്ലിസിറ്റി ഒന്നും ഇല്ലാതെ സൈലന്റ് ആയിട്ട് നടക്കുന്നവരാണ് കാണിക്കുന്ന എല്ലാ കുനിഷ്ഠകളും. അല്ല, മോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരിക്കലും നാടിന് നാശമുള്ള ഒരു കാര്യം ചെയ്യില്ല. കുമ്പടി നിനക്ക് കള്ളം പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അസ്പ്രസ്ഥാന ഹൃദസ്തന്തയും പ്രവൃത്തിന്മുഖരെ നുണയന്തിയും എന്നൊരു ശ്ലോകമുണ്ട്. പ്രവൃത്തിക്ക് നിരക്കാത്ത നുണ പറയാൻ പാടില്ല എന്ന് സാരം. ഈ മുട്ടാലങ്ങനെ കേട്ടി തന്നാലുണ്ടല്ലോ, അടുത്ത ഗുരുവായൂർ ഏകാദശിക്ക് പിന്നെ ഞാൻ ഈ കാലെടുക്കുള്ളൂ. അപ്പം മതിയുടെ എനിക്ക് ഈ കാല്. സ്വാമി ശരണം. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് കഥ പറച്ചിൽ. കിട്ടാത്തൊരു സംശയം, ചിരുതേടത്തേക്ക് ചെവി കേൾക്കുന്നില്ലേ? അപ്പൊ ഇതാണെങ്കിൽ ചിരുതേടത്തിയോടെ കൊണ്ട് പറഞ്ഞുകൂടാ, വലിയ പ്രശ്നമായി പോകും, കലാപമായി പോകും. അങ്ങനെ കിട്ടേട്ടൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡോക്ടറോട് പറയും, ഡോക്ടറെ ചിരുതൊക്കെ ചെവി കേൾക്കുന്നില്ല, നിങ്ങൾ എന്തെങ്കിലും ഒരു മരുന്ന് കുറിച്ച് തരണം.